നമസ്കാരം. മാഗ്നാമിറ്റർ മലയാളത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ അഡ്വെൻറ്റ് ഓഫ് യൂറോപ്പിക്സിൻ്റെ ലാസ്റ്റ് ഭാഗമായ 4ാമത്തെ ഭാഗമാണ് പഠിക്കുന്നത്. എക്സാമിൽ അധികം ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ കാണാറില്ല, ബട്ട് നമുക്ക് ഇനി വരുന്ന എക്സാമുകൾക്ക് പ്രതീക്ഷിക്കും. കാരണം SSCയും അതുപോലെ തന്നെ റെയിൽവേ പോലുള്ള എക്സാമുകൾ കുറച്ച് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. നമുക്ക് ഇന്ന് നോക്കുന്നത് ബ്രിട്ടീഷേഴ്സും മറാത്ത എംപയറും തമ്മിലുള്ള യുദ്ധങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് കഥയൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് നമ്മുടെ ഡേറ്റ്സ് ഏതൊക്കെ വർഷങ്ങളാണ് ഈ യുദ്ധം നടന്നതെന്ന് മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പം ഈ യുദ്ധം ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ഈ മറാത്താസിലെ ഏറ്റവും പ്രധാനമായ രഘുനാഥ് റാവു അല്ലെങ്കിൽ രാഘോബ എന്ന് പറയും. പുള്ളി എന്ന് പറയുന്ന റൂളർക്ക് സപ്പോർട്ടായി ബ്രിട്ടീഷുകാര് തിരിഞ്ഞതിനെ തുടർന്ന് ബാക്കിയുള്ള മറാത്താസുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, അപ്പം അത് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ. ഇതിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ. ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ നടക്കുന്നത് 1775 1782 കാലഘട്ടത്തിലാണ്. ഈ മറാത്താസ് ഈ ബ്രിട്ടീഷുകാരെ ഈ ഒരു വാറിൽ പരാജയപ്പെടുത്തുന്നു. മറാത്താസ് ഡിഫീറ്റ്സ് ബ്രിട്ടീഷ്. ഓക്കെ, അപ്പൊ ഇതിൽ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മറാത്താസ് ബ്രിട്ടീഷുകാരെ ഡിഫീറ്റ് ചെയ്യുന്നു അല്ലെ. ബ്രിട്ടീഷുകാരെ ഡിഫീറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഈ ഒരു സമയത്ത് 2 ട്രീറ്റികൾ സൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് 2 ട്രീറ്റികൾ. അതിന്റെ യൂഷ്വലി എക്സാമിന് ആ ട്രീറ്റികൾ ഏത് വർഷമാണ് സൈൻ ചെയ്തതെന്ന് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഫസ്റ്റ് എന്ന് പറയുന്നത് ദ കൺവെൻഷൻ ഓഫ് വഡ്ഗാവൺ. സൈൻ ചെയ്യുന്ന വർഷം 1779. ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രീറ്റി എന്ന് പറയുന്നത് ട്രീറ്റി ഓഫ് സലഭായ്. ട്രീറ്റി ഓഫ് സലഭായ് സൈൻ ചെയ്യുന്ന വർഷം 1782. ഓക്കെ, ശരി. അപ്പം അതാണ് ഫസ്റ്റ്. ഇനി രണ്ടാമത്തെ ആംഗ്ലോ മൈസൂർ വാർ. ഇതിന്റെയൊക്കെ ശരിക്കുമുള്ള കാരണങ്ങൾ നോക്കുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് പോകേണ്ടി വരും. അത്രയും നമ്മൾ പോകുന്നില്ല. വഡ്ഗാവൺ കൺവെൻഷൻ ആക്ച്വലി ബാക്കിയുള്ള മറാത്താസ് 12 മറാത്ത കോൺഫെഡറേഷൻ ഉണ്ടായിരുന്നു. അവർക്ക് ഈ ബ്രിട്ടീഷുകാര് രഘുനാഥ് റാവുവിനെ സപ്പോർട്ട് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല. അതിനെതിരെയാണ് യുദ്ധം വന്നത്. അപ്പം ബ്രിട്ടീഷുകാർ ഇനി തൊട്ട് രഘുനാഥ് റാവുവിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ കൺവെൻഷനാണ് വഡ്ഗാവൺ. പക്ഷേ ബ്രിട്ടീഷുകാർ പിൽക്കാലത്ത് 1782 ശക്തി വീണ്ടും പ്രാപിക്കുകയും ഇവർക്കെതിരെ തിരികെയും രഘുനാഥ് റാവുവിനെ ഞങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നതാണ് ട്രീറ്റി ഓഫ് സലഭായ്. അപ്പൊ നമ്മൾ ആ ഒരു ഡീപ്പായിട്ട് വീണ്ടും പോകുന്നില്ല. നമ്മൾ ഏത് വർഷമാണ് ട്രീറ്റി ഓഫ് കൺവെൻഷൻ ഓഫ് വഡ്ഗാവൺ ട്രീറ്റി ഓഫ് സലഭായ് സൈൻ ചെയ്യുന്നത് പഠിക്കുന്നു. ഓക്കെ, സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ. ഇത് നടക്കുന്നത് 1803 തൊട്ട് 1806 വരെയാണ്. 1803 തൊട്ട് 1806 വരെ. ഓക്കെ, ഇവിടെ ആര് പരാജയപ്പെടുന്നു? മറാത്താസ് ബ്രിട്ടീഷുകാര് മറാത്താസിനെ ഡിഫീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ മറാത്താസ് ലോസ്റ്റ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. മറാത്താസ് ലോസ്റ്റ്. ഓക്കെ, ശരി. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് അറിയോ? അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ 3ാമത്തെ ആംഗ്ലോ മറാത്ത വാർ ആണ്. എത്രാമത്താണ്? 3ാമത്തെ മറാത്ത വാർ. അപ്പം ബ്രിട്ടീഷുകാർ തങ്ങളുടെ മറാത്ത മേഖലയിലുള്ള ആധിപത്യം സ്ഥാപിക്കുന്നു, പ്രൊക്ലെയിം ചെയ്യാൻ തുടങ്ങി. ആരുടെ നേതൃത്വത്തിൽ? ലോർഡ് ഹേസ്റ്റിങ്സിന്റെ നേതൃത്വത്തിൽ. ഓക്കെ, അപ്പൊ അതിന് കാരണമായി മറാത്താസിനെതിരെ നടത്തിയ യുദ്ധമാണ് തേർഡ് ആംഗ്ലോ മറാത്ത വാർ. നടക്കുന്നത് 1817 തൊട്ട് 1818 വരെയാണ്. ഓക്കെ, 1817 തൊട്ട് 1818 വരെ. അപ്പം ബ്രിട്ടീഷ് proclaims paramountcy. ബ്രിട്ടീഷ് proclaims paramountcy in India. തങ്ങളാണ് ആധിപത്യമുള്ളവർ എന്ന് ബ്രിട്ടീഷ് പ്രഖ്യാപിക്കുന്നു അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഹേസ്റ്റിങ്സ്. അതാണ് ബ്രിട്ടീഷുകാരും മറാത്താസും തമ്മിലുള്ള യുദ്ധങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ 1775 to 1782,
സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ 1803 to 1806, തേർഡ് ആംഗ്ലോ മറാത്ത വാർ 1817 to 1818. ഓക്കെ. ഇനി അടുത്തത് ബ്രിട്ടീഷ് ഇൻ പഞ്ചാബ്. ബ്രിട്ടീഷ് ഇൻ പഞ്ചാബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഹാരാജ രഞ്ജിത് സിംഗ് ആണ് പഞ്ചാബ് കേന്ദ്രീകൃതമായി മരിച്ചത്. ആരാണ്? മഹാരാജ രഞ്ജിത് സിംഗ്. രഞ്ജിത് സിംഗിന് ശേഷം വരുന്ന റൂളേഴ്സ് ഒന്നും അത്ര പവർഫുൾ ഒന്നും അല്ലായിരുന്നു. ഓക്കെ. അപ്പം 1839 മഹാരാജ രഞ്ജിത് സിംഗ് മരിക്കുന്നുണ്ട്. 1839. അതിനുശേഷം മറാത്ത നമ്മുടെ സിഖുകാർ വലിയ പവർഫുൾ ഒന്നും അല്ലായിരുന്നു എന്നേ പറഞ്ഞു. ഓക്കെ. ഇനി ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ ആണ്. ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ. ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ നടന്നത് 1845-46 1845-46. ഓക്കെ. 4 യുദ്ധങ്ങൾ നടന്നു. 4 battles. 4 യുദ്ധങ്ങൾ നടന്നു. ഏതൊക്കെയാണ് ബാറ്റിൽസ് എന്ന് പഠിക്കുന്നില്ല. 4 യുദ്ധങ്ങൾ നടന്നു. അതിനെ തുടർന്ന് സിഖുകാരും ബ്രിട്ടീഷുകാരും സൈൻ ചെയ്ത ട്രീറ്റി ഉണ്ട്. സിഖ് സൈൻസ് ട്രീറ്റി ഓഫ് ലാഹോർ. ട്രീറ്റി ഓഫ് ലാഹോർ സൈൻ ചെയ്ത വർഷം 1846. ശരി. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് അറിയോ? സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ. ആംഗ്ലോ സിഖ് വാർ. സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ നടക്കുന്നത് 1848 1849. ഓക്കെ. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഈ പറയുന്ന യുദ്ധത്തോടു കൂടി പഞ്ചാബിലെ സിഖുകാരുടെ ആധിപത്യം മൊത്തത്തിൽ പോയി. ഓക്കെ. സോ ഇവിടെ ലോർഡ് ഡൽഹൌസി annexes പഞ്ചാബ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു പേര് ഫസ്റ്റ് ചീഫ് കമ്മീഷണർ ഓഫ് പഞ്ചാബ്. ഇവിടെയാണ് ഫസ്റ്റ് ചീഫ് കമ്മീഷണർ വരുന്നത്. ഫസ്റ്റ് ചീഫ് കമ്മീഷണർ ഓഫ് പഞ്ചാബ് ആരാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർ ജോൺ ലോറൻസ്. Okay. So Sir John Lawrence becomes the first chief commissioner of പഞ്ചാബ്. അത് ആഫ്റ്റർ ആംഗ്ലോ സിഖ് വാർ. ഓക്കെ. നമ്മളിവിടെ വേറൊരു കാര്യം കൂടെ പഠിക്കാം. ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാറിന്റെ സമയത്ത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി, ഒരു ഫസ്റ്റ് റെസിഡന്റ് ആയിട്ട് ഒരാൾ വരുന്നുണ്ട്. ഫസ്റ്റ് റെസിഡന്റ്. ഓക്കെ. ഫസ്റ്റ് റെസിഡന്റ്. അത് ആരാണ് റെസിഡന്റ്? നമ്മളിപ്പോൾ ആംഗ്ലോ മറാത്ത വാറും ആംഗ്ലോ സിഖ് വാറും പഠിച്ചു. ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാറിന്റെ സമയത്ത് ഒരു റെസിഡന്റ് ആയിട്ട് വരുന്നുണ്ട്. അത് ആരാണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ. ആരാണ് ഫസ്റ്റ് റെസിഡന്റ് ഓഫ് പഞ്ചാബ് ആഫ്റ്റർ ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ? ഓക്കെ. അത് അവിടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ, സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ, തേർഡ് ആംഗ്ലോ മറാത്ത വാർ. 1775 തൊട്ട് 1818 ഇടയിലാണ് ഈ 3 ആംഗ്ലോ മറാത്ത വാർസ് നടക്കുന്നത്. ഓക്കെ. രണ്ടാമത് പഠിച്ചെന്താ? 1845 45 46 ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാറും 1748 49 എന്ന് പറയുന്നത് സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഇതോടുകൂടി നമ്മൾ അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന മേജർ ടോപ്പിക്ക് തീരുകയാണ്. ഓക്കെ. സോ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെല്ലാം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും അത് റെയിൽവേയുടെയും മറ്റ് എക്സാംസിനും വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ആണ്. അതിന് വേണ്ടുന്ന എല്ലാ പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ. ശരി. താങ്ക് യു.